Hi friends, welcome to Commerce Bytes. Welcome to brand new episode of Daily Top Mini Series Part 15. ഇതുവരെ ഈ പാർട്സ് കാണാത്തത് ഡെയിലി ടോപ്പ് മിനി സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. 14 സീരീസ് ഉണ്ട്. ദിസ് ഇസ് 15th one. 14 സീരീസ്. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, സോ സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. Jean Piaget. Jean Piaget theory of cognitive development suggests that children move through 4 different stages of mental development. His theory focused not only on understanding of how children acquire knowledge but also understanding the nature of intelligence. കുട്ടികൾ എങ്ങനെ നോളജ് അക്വയർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് അവരുടെ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ ആ ഒരു നേച്ചർ ഒന്ന് മനസ്സിലാക്കുക കൂടിയാണ് ജീൻ പൈഗറ്റ്സ് തിയറി ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫോക്കസ്. പിന്നെ കുറച്ച് കീവേഡ്സ് ഉണ്ട് വിച്ച് ഷുഡ് ബി നോട്ടഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവ്യൂ എന്തായാലും മസ്റ്റാണ് ജീൻ പൈഗറ്റിന്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു കവർ. സോ ആ പോയിൻറ്റ്സ് ആർ ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസിന് കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് പൈഗറ്റ്സ് തിയറി ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. ലേണിംഗ് ടു ലേൺ, കൺസ്ട്രക്റ്റിവിസ്റ്റ്, ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ്. ഈ 4 പോയിൻ്റ് നിങ്ങൾ എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. നിങ്ങൾ ബൈ ഹാർട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് ഈ ഞാൻ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവ്യൂ നടത്തിയാൽ മാത്രം, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻ നടത്തിയാൽ മാത്രം നിങ്ങളുടെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യുള്ളൂ. സോ പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, the next one is cognitive development. Based on ideas, children actively construct knowledge as they explore and manipulate the world. Here it is telling that ഒരു കുട്ടി ആക്റ്റീവായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന അവരുടെ ഐഡിയാസ്, അത് നമ്മളുടെ ഒരു വേൾഡിലിറങ്ങി അത് എക്സ്പ്ലോർ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. Provide opportunity to interact environment through all the sense, allow them to gain better understanding. അവരുടെ നമുക്ക് 5 സെൻസസ് ഉണ്ട്. ആ ഒരു 5 സെൻസസ് വെച്ച് അവർ എൻവയൺമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൈഗറ്റ് തിയറിയിൽ കുറച്ച് ടേംസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്. അതിൽ ഫസ്റ്റ് ടേമാണ് സ്കീമാസ്. സ്കീമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ സ്ട്രക്ചർ ഓർ ഓർഗനൈസ്ഡ് വേ ഓഫ് മേക്കിംഗ് എക്സ്പീരിയൻസസ്. മെൻ്റൽ സ്ട്രക്ചർ ഓർ ഓർഗനൈസ്ഡ് വേ ഓഫ് മേക്കിംഗ് എക്സ്പീരിയൻസസ്. ഒരു എക്സ്പീരിയൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു മെൻ്റൽ സ്ട്രക്ചർ, അതിനെയാണ് സ്കീമ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, children think qualitatively differently at adults at different periods of life. നമുക്കെപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും നമ്മളുടെ അഡൽട്ട്സിനോട് നമ്മൾ പെരുമാറുന്നത്. ദാറ്റ്സ് ഇറ്റ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സിംബോളിക് എക്സ്പ്രഷനാണ് ഇവിടെ. ഓക്കെ, അപ്പം ഞാൻ സ്പെസിഫൈ ചെയ്തു ലേണിംഗ് ടു ലേൺ, കൺസ്ട്രക്റ്റിവിസ്റ്റ്, ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ്, ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ്. ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിൻറ്റുകളൊക്കെ ഓർത്തിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തുക. ഓക്കെ, പിന്നെ ലാംഗ്വേജ് ആണ് സിംബോളിക് എക്സ്പ്രഷനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ മെയിൻ പോർഷൻ ഓഫ് ദിസ് ടോപ്പിക്. 4 സ്റ്റേജസ് ഓഫ് ചിൽഡ്രൻസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. Sensory stages, which is from 0 to 2 years or 18 to 24 months. Second stage is pre-operational stage, that is 2 to 7 years. Third one is concrete operation, that is 7 to 11 years. And fourth and the final stage is formal operation, that is 11 to 15 years. ഈ ഓരോ സ്റ്റേജിലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറയും. പ്ലീസ് ഹൈലൈറ്റ് ഇറ്റ്, പ്ലീസ് സ്റ്റഡി thoroughly. ഓക്കെ,
എന്നാൽ മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ എക്സാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്റ്റേജസും നമുക്ക് ഭയങ്കര സിമിലറായിട്ട് തോന്നും. പക്ഷേ ഈ 4 സ്റ്റേജസിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് ഈ 4 സ്റ്റേജസും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ആ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി റിവിഷൻ നടത്തുക. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചു, ലെറ്റ് സ്റ്റഡി ദ നെക്സ്റ്റ് വൺ. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻ നടത്തണം. ഞാൻ 3-4 പ്രാവശ്യമായി പറയണേ. ഓക്കെ, സോ ഫസ്റ്റ് വൺ സെൻസറി സ്റ്റേജ്. സെൻസറി സ്റ്റേജിൽ വന്നത് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ് ത്രൂ ദ ഇൻട്രാക്ഷൻ വിത്ത് എൻവയോൺമെൻറ്റ്. ആ ഒരു കൊച്ചുകുട്ടി എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് അവൻ തന്നെ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് അതർ ഒബ്ജക്ട്സ്. അവനെയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെയും അവൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒബ്ജക്റ്റ് പെർമനൻസ്, അതാണ് ഇവിടെ വരുന്ന ഒരു മെയിനായിട്ടൊരു പോയിൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജിലായിരിക്കും തന്നെ? സെൻസറി സ്റ്റേജ് ആണോ, പ്രീ ഓപ്പറേഷൻ ആണോ, കോൺക്രീറ്റ് ആണോ, ഫോമൽ ആണോ? ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ ഹിഡൻ ഒബ്ജക്ട്സ്. ജസ്റ്റ് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. ഇഫ് യു പ്ലേസ് എ ടോയ് അണ്ടർ എ ബ്ലാങ്കറ്റ്. നമ്മൾ ബേബികളുടെ ഒപ്പം കളിക്കുമ്പോൾ എപ്പോഴും സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ആ ഒളിപ്പിച്ച സാധനം അവനോട് കണ്ടുപിടിക്കാൻ പറയും. ആ സംഭവം തന്നെ, ദ ചൈൽഡ് ഹു ഹാവ് അച്ചീവ്ഡ് ദ ഒബ്ജക്റ്റ് പെർമനൻസ് നോസ് ദാറ്റ് ഇറ്റ് ഈസ് ദെയർ. ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ അവൻ്റെ ആ ടോയ് ഉണ്ട് എന്ന് അവനറിയാം. ആ ഒരു സ്റ്റേജിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഒബ്ജക്റ്റ് പെർമനൻസ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? ദ നെക്സ്റ്റ് വൺ ഈസ് ഡെഫേർഡ് ഇമിറ്റേഷൻ. ഇതും ഈ ഒരു സെക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തേക്കണമെന്ന ഒരു പരിപാടിയായിരിക്കും. നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോൾ നമ്മളുടെ അമ്മയുടെ സാരി എടുത്ത് നോക്കുക, അമ്മയുടെ ബാഗ് ഇട്ടുകൊണ്ട് പോവുക. കൊച്ചു പയ്യന്മാരാണെങ്കിൽ, കുഞ്ഞ് ബോയ്സൊക്കെ ആണെങ്കിൽ അവൻ പപ്പയുടെ ഷർട്ട് എടുക്കുക, പപ്പയുടെ ഷർട്ട് എടുത്തിടുക, അല്ലെങ്കിൽ പപ്പയുടെ മുണ്ടെടുത്തെടുക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ഈ സെൻസറി സ്റ്റേജിൽ നമ്മളുടെ ഒരു 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വികൃതി തരങ്ങളും. ഓക്കെ, സോ ഒബ്ജക്റ്റ് പെർമനൻസ് പറഞ്ഞു, ഡെഫേർഡ് ഇമിറ്റേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് അഡാപ്ഷൻ. അഡാപ്ഷൻ 2 സെഗ്മെൻ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അസിമിലേഷനും അക്കോമഡേഷനും. അസിമിലേഷൻ മീൻസ് ദാറ്റ് ആഡ് ടു ദ എക്സിസ്റ്റിംഗ് സ്കീമ ഞാൻ നിങ്ങൾക്ക് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇറ്റ് ഈസ് ദ മെൻ്റൽ സ്ട്രക്ചർ ഓർ ദ ഓർഗനൈസ്ഡ് വേ ഓഫ് മേക്കിംഗ് എക്സ്പീരിയൻസ് എന്ന്. സോ ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് സ്കീമ, അതാണ് അസിമിലേഷൻ. ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ആഡ് ചെയ്യുന്നു, അതാണ് അസിമിലേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് അക്കോമഡേഷൻ. അത് മോഡിഫൈഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ്, മാനിപ്പുലേറ്റഡ്, കുറച്ചൊരു കറക്ഷൻ വരുത്തുന്നു, കുറച്ചൊരു ഓൾട്ടറേഷൻ വരുത്തുന്നു. ഇതൊക്കെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ അഡാപ്ഷൻ 2 സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്, അസിമുലേഷനും അക്കോമഡേഷനും. പിന്നെ ഈ സെൻസറി സ്റ്റേജിൻ്റെ ആ വേർഡിൽ തന്നെ ഉള്ളത് സെൻസറി സ്റ്റേജ്. അപ്പോൾ ഇവിടെ യൂസസ് സെൻസസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ഫ്രം 2 to 7 years. ടേക്ക് അതേഴ്സ് പെർസ്പെക്റ്റീവ്. ബാക്കിയുള്ളവരുടെ ആ ഒരു ചിന്ത, ആ ഒരു ഫീലിങ്സ് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങുന്നു. അതിൽ വരുന്ന ഒന്നാണ് അനിമിസം. Animism means that this is the belief that inanimate objects have the human feelings and intention. I'll give you one example. ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഫേവറേറ്റ് ടോയ്, ഒരു ടെഡി ഉണ്ട്. അവൻ വിചാരിക്കുന്നത് അവനുണ്ടാവുന്ന കരച്ചിലും സന്തോഷവും അങ്ങനെയെല്ലാം ആ ടെഡിക്കും ഉണ്ടെന്നാണ്. സിമ്പിൾ. അനിമൽസിലുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് ബേബീസ് വിചാരിക്കും. 2 to 7 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കുട്ടികൾ വിചാരിക്കുന്നു. ദാറ്റ്സ് അനിമിസം. ദ നെക്സ്റ്റ് വൺ ഈസ് ഈഗോസെൻട്രിസം. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ടു ടേക്ക് ദ പെർസ്പെക്റ്റീവ് ഓഫ് അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ,
ഒരമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ആ ഒരു കൊച്ച് ആ ഒരു അമ്മയുടെ മകൻ അല്ലെങ്കിൽ ഒരു മകൾ കൊണ്ടിട്ട് അവൻ്റെ ഫേവറേറ്റ് ടോയ് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയുടെ കരച്ചിൽ മാറ്റാൻ നോക്കും. ദാറ്റ് ഈസ് ഈഗോസെൻട്രിസം. സിമ്പിൾ. അവർ വിചാരിക്കുന്നത് ആ ഒരു കൊച്ച് അവിടെ ഇരുന്ന് കരയുമ്പോൾ നമ്മൾ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ്റെ ടോയ്സോ ഇല്ലെങ്കിൽ അവന് ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കും. സോ അതേ രീതിയിലൂടെ തന്നെയായിരിക്കും അവനും ചിന്തിക്കുന്നത്. അതാണ് ഈഗോസെൻട്രിക് തിങ്കിങ്. അണ്ടർസ്റ്റുഡ്? The next one is irreversibility. Irreversibility is in this stage, pre-operational സ്റ്റേജിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുട്ടികൾക്ക് ഈ ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ട് ആ ഒരു മാവിൻ്റെ ഒരു കുഞ്ഞു പീസ് അവന് കൊടുക്കും. എന്നിട്ട് അവനത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ കയ്യിൽ കൊടുക്കും. പക്ഷേ ആ ഒരു കുട്ടി വിചാരിക്കും ഈ ഒരു ബോള്, ആ ഒരു സാധനം അവൻ ചപ്പാത്തി പോലെ പരത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് ആ ഒരു ഫോമിലേക്ക് തിരിച്ച് വരില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഫീലിങ്സിനെയാണ് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സോ ഇവിടെ നമ്മൾ അനിമിസം പറഞ്ഞു, ഈഗോസെൻട്രിക് തിങ്കിങ് പറഞ്ഞു, ഇറിവേഴ്സിബിലിറ്റി പറഞ്ഞു. ഓക്കെ, ദെൻ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വന്നതാണ് മേക്ക് ബിലീവ് ആൻഡ് പ്ലേ. ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഫിസിക്കൽ സിറ്റുവേഷൻ. അവർ കൂടുതലായിട്ട് ഫിസിക്കൽ സിറ്റുവേഷനിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നോ സിംബോളിക് തോട്ട്സ്. The next one is intuitive, other emotions. Objects classified in the simple way. ഈ ഒരു പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ഡീസെൻട്രേഷൻ. ഡീസെൻട്രേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ടു കൺസിഡർ ദ മൾട്ടിപ്പിൾ ആസ്പെക്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ. കുറച്ച് ആസ്പെക്ട്സ് എല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനാണ് ഡീസെൻട്രേഷൻ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. I hope it's clear to you. I know this video will be a bit longer even though you people should study this. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അതുകൊണ്ടാണ് ഞാൻ ടൈം എടുത്താലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. Every day please give me your 30 minutes of time for my classes and it will helps you. Definitely it will going to help you to crack your exam. Okay, moving to our third point, that is concrete operation, that is from 7 to 11 years. ഈ ഒരു സ്റ്റേജിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാൻ സ്പെസിഫൈ ചെയ്യാം. സെൻട്രേഷൻ, ഡീസെൻട്രേഷൻ, റിവേഴ്സിബിൾ തിങ്കിങ്, ഈഗോസെൻട്രിസം ഇവിടെ ഡിക്രീസ് ചെയ്യും. ഫിസിക്കൽ എക്സ്പീരിയൻസ് അക്യുമുലേറ്റ്സ്, അക്കോമഡേഷൻ ഇൻക്രീസ് ചെയ്യും. തിങ്ക് അബ്സ്ട്രാക്ട്ലി, കോൺസെപ്ച്വലൈസ്, create logical structure. The next point is conservation, classification, seriation. Seriation means that it's arranging the similar. Next one, class inclusion, spatial thinking, inductive reasoning. ഈ പറഞ്ഞ 3 പോയിൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഈ പോയിൻറ്റുകൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ മീനിങ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ പ്ലീസ് ഡു ഈ ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത എല്ലാ പോയിൻറ്റ്സും ജസ്റ്റ് ഒന്ന് പഠിക്കുക. നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ്ലി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിത് കിട്ടും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നിങ്ങളിതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ ഈ എടുത്ത ഈ ഒരു പോർഷൻ ജീൻ പൈഗറ്റിൻ്റെ ഈ ഒരു തിയറി, അത് കഴിഞ്ഞ് റിപ്പീറ്റ് ദ പ്രോസസ്സ് എവറി ഡേ. ജീൻ പൈഗറ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ്ലി ജീൻ പൈഗറ്റിൻ്റെ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക. ഇറ്റ് വിൽ ബി സ്റ്റക്ക് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ക്രാക്ക് യുവർ എക്സാം. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു. സെൻട്രേഷൻ, ഡീസെൻട്രേഷൻ, റിവേഴ്സിബിൾ തിങ്കിങ്, ഈഗോസെൻട്രിസം ഡിക്രീസ് ചെയ്യും. ഫിസിക്കൽ എക്സ്പീരിയൻസസ് അക്യുമുലേറ്റ്സ്, അക്കോമഡേഷൻ ഇൻക്രീസ്. തിങ്ക് അബ്സ്ട്രാക്ട്ലി, കോൺസെപ്ച്വലൈസ്, create logical structure, conservation, classification, seriation, class inclusion, spatial thinking and inductive reasoning. Okay, now the last stage, that is formal operation, that from 11 to 15 years. ഈ സ്റ്റേജിൽ വരുന്നതാണ് സോഷ്യലൈസേഷൻ.
നമ്മൾക്ക് 11 to 15 ഇയേഴ്സായി. സോ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു. തിങ്ക് ലോജിക്കലി അബൌട്ട് ദ അബ്സ്ട്രാക്റ്റ് പ്രൊപ്പോസിഷൻ, ഡിഡക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്, abstract scientific thinking free from concrete objects. ഈ പോയിൻറ്റ്സും നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഒരു ചോട്ട പോർഷനും കൂടി ഉണ്ട്, അതെന്തായാലും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.